നമസ്കാരം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിദേശയാത്രയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് നിരക്കാത്ത രീതിയിലാണ് പത്രക്കുറിപ്പോ അഥവാ ഗവർണറെയോ അറിയിക്കാതെ തൻ്റെ പരിപാടിക്രമങ്ങൾ ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് പോലും കൊടുക്കാതെ മുഖ്യമന്ത്രി വളരെ ധാർഷ്ട്യത്തോടു കൂടി തന്നെ വിദേശ പര്യടനത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഇപ്പോൾ എമ്പാടും ഉയർന്നു കേൾക്കുന്നത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സ്വകാര്യത അല്ലെങ്കിൽ സ്വകാര്യ ജീവിതം എന്ന് പറയുന്നത് കമ്മ്യൂണിസം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് അവനൊരു സ്വകാര്യത ഇല്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ പോലും പറയുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വിദേശയാത്ര പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഗവർണറെയോ അഥവാ ഒരു പത്രക്കുറിപ്പോ പോലും ഇറക്കാതെ ഇങ്ങനെയൊരു യാത്ര ചെയ്തത് എന്നാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്ന രീതിയിൽ വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ കേന്ദ്ര അനുമതി നേടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതിനാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായ ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി സംസ്ഥാനം വിട്ട് വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും ഗവർണറുടെ അനുമതി നേടിയിരിക്കണം, ഗവർണറെ അറിയിച്ചിരിക്കണം എന്നുള്ള ഒരു നിയമമാണ് ഇവിടെ മുഖ്യമന്ത്രി തെറ്റിച്ചിരിക്കുന്നത്. മാത്രമല്ല 19 ദിവസത്തെ വിദേശ പര്യടനത്തിനാണ് മുഖ്യമന്ത്രി പോയിരിക്കുന്നത്. ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും സന്ദർശനം. മുഖ്യമന്ത്രിയും ഭാര്യ കമലാ വിജയനും മകൾ വീണ വിജയൻ്റെ ഭർത്താവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസും വീണയുടെ കൊച്ചുമകനും അടങ്ങുന്ന ഒരു പരിവാരങ്ങൾ അടക്കമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിദേശ യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ യാത്രാ വിവരങ്ങൾ പൊതുജനത്തിന് മുന്നിൽ നിന്നും മറച്ചു പിടിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടുമുള്ള രാഷ്ട്രീയ കക്ഷികൾ ചോദിക്കുന്നത്. എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, എൻ്റെ എല്ലാ പ്രവൃത്തികളും സുതാര്യമാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് 19 ദിവസത്തെ വിദേശ പര്യടനത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ വിവരം കൃത്യമായ രീതിയിൽ ജനങ്ങളെ അറിയിക്കാത്തത്? മുഖ്യമന്ത്രിയുടെ പതിവ് ധാർഷ്ട്യം തന്നെയാണ് ഇത്. മാധ്യമങ്ങളെയോ അഥവാ ഗവർണറെയോ അറിയിക്കാതെ ഇങ്ങനെ ഗോപ്യമായി ഒരു യാത്ര നടത്തുന്നു എന്നാണ് ഇപ്പോൾ എടുത്തു പറയുന്ന വസ്തുത. ഇവിടെ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇനി ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകം തന്നെയാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ, BJP സർക്കാരിനെ ഏത് വിധേനയും താഴെ ഇറക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും കൂടി ഇന്ത്യ എന്ന ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നു. ആ ഇന്ത്യ മുന്നണിയുടെ പ്രബല കക്ഷിയാണ് CPM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഈ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഭാര്യയും കുട്ടികളും അടക്കം വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോകുന്നത് എന്ന് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ ചോദിക്കുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പടപൊരുതുന്നു എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടക കക്ഷികളിൽ ഒരാളായ CPMൻ്റെ മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിക്കും BJPക്കും എതിരായുള്ള ഒരു പോരാട്ടം സുശക്തമായി നടക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യ മുന്നണിയോട് കൂടി ചേർന്ന് നിൽക്കാതെ എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് കേരളത്തിന് വെളിയിൽ പ്രചരണ പരിപാടികൾക്ക് പോകാതെ നാട്ടിൽ നിന്നും ഉല്ലാസയാത്രയ്ക്ക് വേണ്ടി കുടുംബസമേതം പോയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. നരേന്ദ്രമോദിയെ എതിർക്കുന്ന തരത്തിൽ പിണറായി വിജയൻ കേരളത്തിന് വെളിയിൽ ഏതെങ്കിലും സ്ഥലത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിരവധി കേസുകളാണ് പിണറായി വിജയനെതിരെ ഇപ്പോൾ നിലവിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ളത്. ഈ കേസുകളെല്ലാം അവർ പൊടി തട്ടി പുറത്തെടുക്കും. പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾക്കുമെതിരെയുള്ള മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള കേസുകൾ, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പങ്കുണ്ട് എന്ന് പ്രധാനമന്ത്രി വരെ കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇത്തരം നിരവധി കേസുകൾ
കേസുകളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് മുന്നിലും ആദായ നികുതി വകുപ്പിന് മുന്നിലും ഇഡിക്ക് മുന്നിലുമെല്ലാം ഇരിക്കുന്നത്. ഈ കേസുകൾ പിണറായി വിജയൻ ഏതെങ്കിലും തരത്തിൽ മോദിക്കെതിരെ എവിടെയെങ്കിലും പ്രചരണ പരിപാടികളിൽ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായും മോദി ഇത് അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെതിരെ പ്രയോഗിക്കും. പിണറായി വിജയനും മകളും അകത്തുപോകും എന്നുള്ള ഒരു ഭീതിയാൽ തന്നെയാണ്, നരേന്ദ്രമോദിയെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ പൊതു തെരഞ്ഞെടുപ്പ് രംഗം വിട്ട് കേരളത്തിൽ നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെ കളം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് എന്നാണ് പിണറായി വിജയന്റെ എതിർ കക്ഷിയിലുള്ള ആളുകളെല്ലാവരും പറഞ്ഞ് പരത്തുന്നത്. എന്നാൽ ഇത് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ആണെന്ന് വിവക്ഷിക്കാൻ സാധിക്കില്ല. നരേന്ദ്രമോദിക്കെതിരെ പടപൊരുതുന്നു എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ പ്രബല കക്ഷിയായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് ഇത്രയും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പിന് ഇനി അധികം നാളുകൾ മുന്നിലില്ല, കേരളവും തമിഴ്നാടും അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നത്, ഉത്തരേന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ ഇനിയും നടക്കാനിരിക്കുന്നതേയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രവൃത്തികളിൽ സക്രിയമായി ഇടപെടാതെ, പ്രതിപക്ഷ നിരയിൽ നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ പ്രചരണ പരിപാടികൾക്ക് ഇറങ്ങാതെ, ഇന്ത്യ മുന്നണിക്ക് ചുക്കം പിടിച്ചുകൊണ്ട് ഇറങ്ങാതെ എന്തുകൊണ്ടാണ് നാട്ടിൽ നിന്ന് തന്നെ ഒളിച്ചോടുന്ന വിധത്തിൽ കുടുംബസമേതം ഉല്ലാസയാത്ര പോയിരിക്കുന്നത് എന്നാണ് പിണറായി വിജയനെ പരിഹസിച്ചുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ ഇപ്പോൾ എടുത്തു പറയുന്നത്. എന്തായാലും ഇത് പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു അന്തർധാരയുടെ കൃത്യമായ തെളിവാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയമായി ഏതെങ്കിലും തരത്തിൽ കോട്ടം ഉണ്ടാക്കുന്ന യാതൊരു പ്രവൃത്തിക്കും പിണറായി വിജയൻ നിൽക്കില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും അകത്താക്കും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്നിനു പുറകെ മറ്റൊന്നായി നിരവധി കേസുകളാണ് പിണറായി വിജയന്റെയും മകളുടെയും പേരിലുള്ളത്. ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ പേരിലുണ്ടായ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇഡിയും എല്ലാം വീണ വിജയനെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വട്ടമിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ മറന്നിട്ടുണ്ടാകില്ല. ഇത്തരം ചില സാഹചര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോഴാണ് ഇനി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഏതെങ്കിലും വിധത്തിൽ പ്രകോപനവുമായി നരേന്ദ്രമോദിക്ക് എതിരെ ഇറങ്ങി പ്രചരണം നടത്തുകയാണെങ്കിൽ പിണറായി വിജയന്റെയും മകളുടെയും കാറ്റ് പോകും. അഥവാ പിണറായി വിജയന്റെയും മകളുടെയും ഗതി അരവിന്ദ് കെജ്രിവാളിന്റെ ഗതിക്ക് തുല്യമായിരിക്കും. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തീഹാർ ജയിലിലാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അഴിമതിയോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന അരവിന്ദ് കെജ്രിവാൾ തന്നെ അഴിമതി ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. ഒരു മദ്യനയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കുംഭകോണത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തിഹാർ ജയിലിൽ കഴിയുന്നത്. ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, മാസപ്പടി വിവാദം, AI ക്യാമറ വിവാദം, ഇതുപോലുള്ള നിരവധി കേസുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി പൊടി തട്ടി പുറത്തെടുക്കും. അതുകൊണ്ട് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ പേടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ സഹായിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പോയിരിക്കുന്നത്. ഇത് ഒരു തരത്തിൽ രാഷ്ട്രീയമായ ഒരു പലായനമാണ്, ഒളിച്ചോട്ടമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള അവിശുദ്ധമായ ചില രാഷ്ട്രീയ ബന്ധങ്ങളാണ് ഇതിലൂടെ വെളിവാകുന്നത് എന്ന് തന്നെയാണ് ചില രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തു തന്നെയായാലും 1.5 കോടി രൂപയോളം ചെലവ് വരുന്ന 19 ദിവസത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും ഈ യാത്രയുടെ സ്പോൺസർഷിപ്പ് ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ യാത്ര സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളതും അജ്ഞാതം തന്നെയാണ്. മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഖജനാവിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. മുഖ്യമന്ത്രി ഡിപ്ലോമാറ്റ് പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്നതിനാൽ മറ്റു രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി ചെല്ലുമ്പോൾ അവിടെയുള്ള അംബാസഡർമാരാണ് മുഖ്യമന്ത്രിയുടെ ഇത്തരം ചെലവുകളെല്ലാം വഹിക്കേണ്ടത്. എന്നാൽ എന്തിനു വേണ്ടിയാണ് ഇത്തരം ഭാരിച്ച ചിലവുകൾ ഖജനാവിന് വരുത്തി വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇങ്ങനെ കുടുംബസമേതം ദർബാർ അടിക്കുന്നത്, ഉല്ലാസയാത്ര പോയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം CPM-ൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെക്കും. തീർച്ചയായും പിണറായി വിജയൻ ഇതിന് കൃത്യമായ ഉത്തരം, ഈ യാത്രയ്ക്ക് CPM-ലും ഇന്ത്യ
എന്ന പ്രതിപക്ഷ മുന്നണിയിലും കൃത്യമായ രീതിയിൽ വിവരം ധരിപ്പിക്കേണ്ടതായി വരും. എന്തായാലും പിണറായി വിജയൻ വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്നതോടുകൂടി ചില രാഷ്ട്രീയ മാറ്റങ്ങൾ കേരളത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും പിണറായി വിജയൻ നരേന്ദ്രമോദിയെ സഹായിക്കുവാൻ വേണ്ടി നരേന്ദ്രമോദിയുമായുള്ള അവിശുദ്ധമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പേരിൽ തന്നെയാണ് നരേന്ദ്രമോദിയെ സഹായിക്കുവാൻ വേണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് തന്നെ കളമൊഴിഞ്ഞ് ഒളിച്ചു പോയിരിക്കുന്നത് എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ പരിഹാസ്യദ്യോതകമായി തന്നെ പിണറായി വിജയനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. എന്തായാലും ഇനി പിണറായി വിജയൻ 19 ദിവസത്തെ വിദേശ പര്യടനം കഴിഞ്ഞു വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.